വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2019 ഡിസംബറിൽ ഈ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചതാണ്. ഏകദേശം ഒരു വർഷക്കാലം കഴിഞ്ഞ് ഈ സിനിമ പൂർത്തിയാക്കി ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഏകദേശം 45 ദിവസം ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത ഈ സിനിമ 42 ദിവസം പൂർത്തിയാക്കി. അതിൻ്റെ ഏറ്റവും അതിൽ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച 2 വ്യക്തികൾ, എല്ലാവരും സഹകരിച്ചു. എന്നാലും മഞ്ജു വാര്യരും സണ്ണി വീണും, ഒപ്പം ഇതിൻ്റെ ഡയറക്ടേഴ്സ് മിസ്റ്റർ സലീല്, രഞ്ജിത്ത്, പുതിയ അവരുടെ ആദ്യത്തെ സംരംഭമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റേഴ്സ് അഭയന്, അനിൽ, അതുപോലെ ഒരുപാട് ടെക്നീഷ്യൻസ്. അതിനെക്കുറിച്ചൊക്കെ ഇവരെ നിങ്ങളെ പിന്നീട് അറിയിക്കും. ബാക്കിയുള്ള എല്ലാവരും, ഇതിൽ അഭിനയിച്ച ശ്രീറാം മുരളിയേട്ടൻ, നിരഞ്ജന, എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താ പറയുക, വളരെ ഒരു അഭിമാനം തോന്നുന്ന നിമിഷമാണ്. നമ്മളും ആദ്യമായിട്ടാണ് ഒരു പ്രൊഡക്ഷൻ സംരംഭത്തിലേക്ക് ഇറങ്ങുന്നത്. അതിൽ മഞ്ജു വാര്യർ പ്രൊഡക്ഷൻസ് ഇതിൻ്റെ പങ്കാളിയാണ്. തീർച്ചയായിട്ടും നമുക്കൊരു സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മഞ്ജു വാര്യരെ പോലെയുള്ള ഒരാൾ നമ്മളോട് അതിൻ്റെ ഒരു ഭാഗമായി തീരുന്നത് തീർച്ചയായിട്ടും അഭിമാനമാണ്. കാരണം ഒരു കമ്പനി അത് സിനിമ നിർമ്മിക്കുമ്പോൾ മറ്റൊരാൾ അതിൻ്റെ പങ്കാളിയാവുന്നത് തീർച്ചയായിട്ടും ഒരു വിശ്വാസത്തിൻ്റെ കാര്യമാണ്. ഞങ്ങൾ വിശ്വാസം അർപ്പിച്ച മഞ്ജു വാര്യർക്ക് ആദ്യമേ നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും തുടർന്ന് നിങ്ങളെ അറിയിക്കും. ഏറ്റവും അഭിമാനത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ചതുർമുഖം എന്നെ സംബന്ധിച്ച് എൻ്റെ അഭിനയ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇതുവരെ ചെയ്യാത്ത ഒരു പരീക്ഷണമാണ്. അത് ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന പ്രമേയമാണെങ്കിലും ഈ സിനിമ ഏത് ജനുസിലാണോ ഉള്ളത് അതാണെങ്കിലും എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ്. ഇത് ശരിക്കും പ്രീസ്റ്റിന് മുമ്പ് ഷൂട്ടിംഗ് തീർത്ത ഒരു സിനിമയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ സ്വഭാവമുള്ള ഒരു സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നത്. അതും വളരെ പ്രതിഭയുള്ള 2 പുതുമുഖ സംവിധായകരാണ്. 2 എഴുത്തുകാരും വളരെ അനുഭവ സമ്പത്തുള്ള 2 എഴുത്തുകാരാണ്. ഒപ്പം ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണെങ്കിലും വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ എല്ലാ വിഭാഗത്തിലും പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തും. ഒപ്പം സണ്ണിയും അലൻസിയർ ചേട്ടൻ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വേഷം അഭിനയിച്ചിട്ടുണ്ട്. നിരഞ്ജന, ഇങ്ങനെ ഒരുപാട് നല്ല അഭിനേതാക്കളും നല്ല മുഹൂർത്തങ്ങളും ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിങ്ങും എന്നെ സംബന്ധിച്ച് വളരെ പുതുമയുള്ളതായിരുന്നു, ഇതിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ എല്ലാവരിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ വന്നതിന് എല്ലാവർക്കും വലിയ നന്ദിയുണ്ട്. ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഒരുപാട് സന്തോഷത്തോടെ നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ ഇരിക്കാൻ. ഒരുപാട് ആഗ്രഹമായിരുന്നു സിനിമയിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ മഞ്ജു വാര്യർ സിനിമയിലോട്ട് തിരിച്ചു വന്നതിന് ശേഷം അവരുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യണമെന്നുള്ളത്. വളരെ അതിശയമായിട്ട് ചതുർമുഖം എന്ന് പറഞ്ഞ സിനിമ എന്നിലോട്ട് എത്തി. എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഒരു ഹൊറർ സബ്ജക്റ്റാണ്. നമ്മളതിനെ വിളിക്കുന്ന ഒരു ടെക്നോ ഹൊറർ എന്നാണ് വിളിക്കുന്നത്. പിന്നെ പുതുമുഖ സംവിധായകനാണ് സലീലും രഞ്ജിത്തും. വളരെ ബ്രില്യൻ്റായിട്ട് ഈ സിനിമയുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയുണ്ട് ഈ സിനിമയെക്കുറിച്ച്. നമ്മളിന്ന് ഈ സിനിമയിൽ ചതുർമുഖം എന്ന് പറയുമ്പോൾ 4 ഫേസസ് എന്നാണ്. അതിൽ ഞങ്ങളിന്ന് 4ാമത്തെ 3 മുഖങ്ങൾ ഞങ്ങൾ ഓൾറെഡി റിവീൽ ചെയ്ത് കഴിഞ്ഞു. മഞ്ജു വാര്യർ, അലൻ ചേട്ടൻ്റെ. അതിൽ 4ാമത്തെ മുഖം നമ്മളിന്ന് റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ നടക്കും. അപ്പം നമുക്ക് മുന്നോട്ട് പോവാം. നമസ്കാരം, എൻ്റെ പേര് രഞ്ജിത്ത് കമലാശങ്കർ.
ശിവശങ്കർ എന്നാണ്. ഈ സിനിമയിലെ വൺ ഓഫ് ദ ഡയറക്ടേഴ്സ് ആണ്. എൻ്റെ കൂടെ സലിൽ വി. സലിൽ, ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ഈ പടം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ സിനിമയാണ്. അവര് ഫിസിക്കലി ഇങ്ങനെ അകന്നിരിക്കണമെന്നുള്ളൂ എല്ലാം. അതെ, ദൂരെയാണെങ്കിൽ മനസ്സൊരുമിച്ചാണ്. അതാണ്. ഇതൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫിലിമാണ്. ഒരു ടെക്നോ ഹൊറർ എന്നൊരു ജോണറിൽ വരുന്നൊരു ഫിലിമാണ്. മലയാള സിനിമയിൽ ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത ഒരു ജോണറാണ്. അങ്ങനത്തെ ഒരു സിനിമ ചെയ്യുന്നതിൽ നല്ല അഭിമാനമുണ്ട്. ഇത് ഞങ്ങളിലേക്ക് എത്തിച്ച ഞങ്ങളുടെ റൈറ്റേഴ്സ് അനിൽ, അഭയ്, അവർക്കാണ് ആദ്യം നന്ദി പറയേണ്ടത്. പിന്നെ അഫ്കോഴ്സ് ഇതിന്റെ പ്രൊഡ്യൂസർ ജിസ് ഇല്ലായിരുന്നെങ്കിൽ ആക്ച്വലി പ്രോജക്റ്റ് നടക്കുകയേ ഇല്ലായിരുന്നു. തുറന്നു പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ പ്രോജക്റ്റ് കുറെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പിച്ച് ചെയ്തതാണ്. പക്ഷെ ഇത്രയും ഡിഫറെന്റ് ഒരു സബ്ജക്റ്റ് ചെയ്യാൻ പലർക്കും മടിയുണ്ടായിരുന്നു. ഇതെങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ളത് പലർക്കും ഒരു എന്താ പറയുന്നത്, ഒരു റിസ്ക് എലമെന്റ് ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷെ ജിസിന് കഥ കേട്ട ദിവസം തന്നെ, കേട്ട നിമിഷം തന്നെ പുള്ളിക്ക് അത്രയും ഇത് ഇഷ്ടപ്പെട്ടു. പുള്ളി അന്ന് തന്നെ പറഞ്ഞു നമുക്കിത് ചെയ്തിരിക്കും, നമ്മൾ എന്തായാലും ചെയ്തിരിക്കും എന്നാണ് ജിസ് പറഞ്ഞത്. പിന്നെ അഫ്കോഴ്സ് മഞ്ജു വാര്യർ, സണ്ണി വെയിൻ, അലൻ ചേട്ടൻ, ശ്രീകാന്ത് മുഖിച്ചേട്ടൻ, നിരഞ്ജന, നല്ലൊരു കാസ്റ്റ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതൊരു വലിയ ഭാഗ്യമായി തന്നെ കരുതുന്നു. നിങ്ങളുടെ ഫസ്റ്റ് സിനിമയ്ക്ക് ഇത്രയും നല്ലൊരു കാസ്റ്റ് കിട്ടുന്നത് ഒരു ഡ്രീം കം ട്രൂ തന്നെയാണ്. സോ എല്ലാവരും, ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഭയങ്കരമായി ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഫിലിമാണ്. ഹൊറർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതൊരു തിയേറ്ററിൽ കാണേണ്ട ഒരു ജോണറാണ്. സാധാരണ ഒരു സിനിമ പോലല്ല. ഇതിലെ സൗണ്ട് ആണെങ്കിലും ഇതിലെ ക്യാമറ ആണെങ്കിലും എല്ലാം വളരെ ടെക്നിക്കലി സൗണ്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഒരു പോയിന്റ് ആണ്. അത് എത്ര സ്ട്രെസ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനിൽ കുര്യൻ എന്നാണ്. ഞാൻ ഈ സിനിമയുടെ വൺ ഓഫ് ദ റൈറ്റേഴ്സ് ആണ്. മറ്റേ ആൾ അഭയകുമാർ. അഭയ്, ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ഇതൊരു പുതുമയുള്ള ഒരു സിനിമയായിരിക്കുമെന്ന്. കാരണം അത് ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് കാലിക പ്രസക്തിയുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലമായിട്ട് ടെക്നോളജി നമ്മുടെ ജീവിതത്തിലുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അത് വളരെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. കൊച്ചു കുട്ടികൾ മുതൽ വീട്ടിൽ കൊറോണ കാരണമൊക്കെ ഇരിക്കുന്ന പ്രായമായവർ വരെ ടെക്നോളജിയെ ഭയങ്കരമായിട്ട് ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അത് ഇത്രയും നമ്മളോട് അടുത്ത് സംവദിക്കുകയാണ്. അപ്പോൾ ഈ സിനിമ കാണിക്കുന്നത് ടെക്നോളജി കൂടെ ഉള്ള ഹൊറർ സാധ്യതകളെയാണ് ഈ സിനിമ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. അടുത്തത് എന്ത് എന്ന് പ്രേക്ഷകരെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്വേഗം നിറഞ്ഞ സിനിമയായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട ഒരു സ്വപ്നം ഇവിടെ വരെ എത്തിക്കാൻ അതിനോട് കട്ടയ്ക്ക് കൂടെ നിന്ന സലിലിനെയും രഞ്ജിയും എത്ര അഭിനന്ദിച്ചാലും നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ഒബ്വിയസ്ലി ജിസ്റ്റോംസ്, പുള്ളി ഇതിൽ കാണിച്ച ഫെയ്ത്ത്, പിന്നെ ഈ പ്രോജക്റ്റിൻ്റെ തന്നെ ഫുൾ അതിൻ്റെ ഡയറക്ഷൻ മാറ്റിയ മഞ്ജുവിന് താങ്ക്സ് പറയാണ്. വേറൊരാളെന്ന് പറഞ്ഞാൽ ബിനീഷ്, ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഈ രീതിയിൽ ഈ പ്രൊജക്റ്റ് ചിലപ്പോൾ നടക്കില്ല. അപ്പം എല്ലാവരെയും ഒരു പുതിയ എക്സ്പീരിയൻസ് കാണാനായിട്ട് നമ്മൾ ഹാർദവമായി ക്ഷണിക്കുകയാണ്. ഇവിടുത്തെ ഓഡിയൻസിന് അതൊരു നല്ല എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് സലീം, വൺ ഓഫ് ദ ഡയറക്ടേഴ്സാണ്. ഇവരെല്ലാം പറഞ്ഞതിൻ്റെ കൂടുതലായിട്ട് പറഞ്ഞു മറിക്കാൻ എൻ്റെ കയ്യിൽ വേറൊന്നുമില്ല. വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഭയം എന്ന് പറയുന്നത് ഇതൊരു കമേഴ്ഷ്യൽ സിനിമ സ്പേസിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ആദ്യം മുതലേ അഭയ് വളരെ സംസാരിക്കുമ്പോൾ ഞാൻ എനിക്ക് തീരുമാനിച്ചത് ഇതൊരു കമേഴ്ഷ്യൽ പടമായിരിക്കണം. അത് തിയേറ്ററിൽ ആളുകൾ വന്ന് കണ്ട് ആസ്വദിച്ച് ഇറങ്ങി പോകുന്നൊരു സിനിമ തന്നെയായിരിക്കാം. അത് അങ്ങനെ ഒരു തോട്ടിൽ നിന്നാണ് നമ്മളൊരു ഈ ഹൊററിനെ എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം എന്നുള്ളത് ആലോചിച്ച് തുടങ്ങിയത്. ഇതിൻ്റെ ഒരു കഥ മാത്രമല്ല, അതിൻ്റെ ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് പോലും നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യണം. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പാറ്റേണിൽ നിന്ന് മാറ്റി പിടിക്കണം എന്നുള്ള ഞങ്ങളുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങി തന്ന മഞ്ജുവിനും ജിസിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പോരാത്തതിന് ഇതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് വരുന്നത് സണ്ണിയുടെ ആന്റണി എന്നൊരു ക്യാരക്ടറാണ്. അപ്പം ആ ഒരു ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ അത് ഫസ്റ്റ് ഓഫ് ഓൾ അത് കഥയുടെ ഒരു നറേറ്റർ എന്നൊരു മോഡിൽ വർക്ക് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. അപ്പം ആ ഒരു ക്യാരക്ടർ മഞ്ജുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ കാണാത്തൊരു പെയർ വേണം എന്നൊരു തോന്നൽ നമുക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അപ്പം അത് സണ്ണിയിലേക്ക് എത്തുക എന്നുള്ളത് ഒരു ജിസ് നമ്മളോട് സണ്ണിയോട് കഥ പറഞ്ഞു നോക്കൂ, ഇഷ്ടപ്പെടുന്നതാണ്, ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറഞ്ഞ് നിങ്ങൾ അവിടേക്ക് എത്തുകയും
ഒരു ഫോൺ കോളിൽ ഞങ്ങൾ ഒരു അരമണിക്കൂർ കഥ പറഞ്ഞപ്പോൾ തന്നെ സണ്ണി വളരെ ഇഷ്ടപ്പെടുകയും സ്ക്രിപ്റ്റ് വായിച്ച് വിളിച്ച് ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തതാണ്. അപ്പം ഞങ്ങളെ നേരിട്ട് കാണാതെ ഫോണിലൂടെ കഥ കേട്ട് സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ് സണ്ണി ഈ പ്രൊജക്റ്റിലേക്ക് വന്നത്. അപ്പം അത്രയും വിശ്വാസം അവർക്കെല്ലാം ഈ സബ്ജക്റ്റിൽ ഉണ്ടായിരുന്നു. ആ വിശ്വാസമാണ് ഞങ്ങളുടെ ഈ പ്രൊജക്റ്റ് ഈ രീതിയിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ധൈര്യം തന്നത്. അതിന് എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഭയകുമാർ എന്നാണ്. ഞാൻ റൈറ്റേഴ്സിൽ ഒരാളാണ്. ഇവിടെ എല്ലാവരും വിശദമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിനോട് എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളത്, ഈ ഒരു ടെക്നോ ഹൊറർ എന്ന ഈ സബ്ജക്റ്റ് ഞങ്ങൾ കൺസീവ് ചെയ്ത് ആദ്യമായിട്ട് സൈലന്റ് രഞ്ജിത്ത് ഇവരോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ അവരുമായിട്ട് വളരെ നല്ല സൗഹൃദമുണ്ട്. പുണ്യം അഗർബത്തീസ് ചെയ്യുമ്പോൾ തന്നെ അവരതിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങളായിട്ടുള്ള സൗഹൃദം തുടങ്ങുന്നത്. ഈ സബ്ജക്റ്റ് അവരോട് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി അവരതിനോട് വളരെ താല്പര്യം പറയുകയും ഇതായിരിക്കും നമ്മളുടെ ആദ്യത്തെ സിനിമ എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. പിന്നെ കുറേ സമയമെടുത്തു, കുറച്ച് വർഷങ്ങളെടുത്തു അതിൻ്റെ ആ പ്രോസസ്സ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിൽ ഈ സലിൽ ആൻഡ് രഞ്ജിത്ത് എടുത്ത എഫർട്ട് ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ എടുത്ത ഓരോ സീൻസും എങ്ങനെയായിരിക്കണം, അതിൻ്റെ വിഷ്വൽ എങ്ങനെയായിരിക്കണം, സൗണ്ട് ഡിസൈൻ എങ്ങനെയായിരിക്കണം എന്ന മേഖലകളിലെല്ലാം തന്നെ അവർ വളരെ സ്പെസിഫിക് ആയിരുന്നു, റിസർച്ച് ചെയ്തിരുന്നു. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ പ്രോജക്റ്റിനെ സമീപിച്ചത്. തുടർന്ന് ഈ പ്രോജക്റ്റ് ജിസ്സിലേക്ക് എത്തുകയും ജിസ് അത് വളരെ സ്നേഹത്തോടെ സപ്പോർട്ടോടെ കൂടെ നിൽക്കുകയും ഇത് ടേണിംഗ് പോയിന്റ് ആയത് ബിനീഷ് മഞ്ജു വാര്യർ ലെവലിലേക്ക് എത്തിയപ്പോഴാണ് ഈ സിനിമയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ വെച്ചത് എന്ന് തന്നെ പറയാം. അവിടെ നിന്ന് അതൊരു വളരെ ഒരു നല്ല സൗഹൃദത്തിൻ്റെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും തുടക്കമായിരുന്നു. അത് ഈ നിലയിൽ പല ചലഞ്ചുകളിലൂടെയും കടന്നുപോയി. സിനിമ ഷൂട്ടിംഗ് പീരീഡിലാണെങ്കിലും അതിനുശേഷമാണെങ്കിലും എല്ലാം പല പല ചലഞ്ചസ് ഉണ്ടായിരുന്നെങ്കിലും നല്ലത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ സാധൂകരിച്ചുകൊണ്ട് അതെല്ലാം ഇപ്പോൾ യാഥാർത്ഥ്യമായി വരികയാണ്. ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. ഈ തിയേറ്റർ എക്സ്പീരിയൻസ് പ്രേക്ഷകരിലെത്തി അവരത് എൻജോയ് ചെയ്ത് കാണുക എന്നുള്ളത് കൂടി ഞങ്ങളുടെ വലിയൊരു ഡ്രീമാണ്. അത്രയും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് അത്രമാത്രം ഡീപ്പായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കൊറോണ പീരീഡിൽ അതിന് ഒരുപാട് ടൈം കിട്ടി എന്ന് തന്നെ പറയാം. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അതെല്ലാം ഓഡിയൻസിലേക്ക് എത്തുകയും അത് അവരെ ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ എല്ലാവരും കാണണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് മീഡിയ അതുപോലെ എല്ലാ ആളുകളുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പം എല്ലാവരും ഒരു പേര് കേട്ടു, ബിനീഷ് എന്ന്. ആക്ച്വലി ഇതിനകത്ത് നമ്മുടെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത് അഭിനന്ദൻ രാമാനുജൻ, ആമേനൊക്കെ ചെയ്ത അഭിനന്ദനാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ എഡിറ്റർ മനോജ് എന്ന് പറയും, ആമേൻ, ആക്ഷൻ ഹീറോ ബിജു, ഗ്രാൻഡ് മാസ്റ്റർ, ഇങ്ങനെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസ്, ഒരുപാട് ക്ലാസ് ടെക്നീഷ്യൻസ് വർക്ക് ചെയ്ത ഒരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഈ ടെക്നീഷ്യൻസ് ഇന്നാൾ നല്ലതായിരിക്കും, ഇങ്ങനെ നല്ലതായിരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ പ്രൊജക്റ്റിന്റെ ഒരു ഡിസൈൻ കൊണ്ടുവന്നത് ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ നമ്മൾ വെച്ചതാണ്. പക്ഷേ ആക്ച്വലി പ്രൊജക്ട് ഡിസൈനറാണ് ബിനീഷ് ചന്ദ്രൻ. ബിനീഷ് എല്ലായിടത്തും ഉണ്ട്. മാത്രമല്ല ഈ മഞ്ജു വാര്യർ പ്രൊഡക്ഷൻസിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പനിയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു പുതിയ സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കുമോ, അല്ലെങ്കിൽ അവിടെ ഒരു കാസ്റ്റിംഗിൽ നല്ലൊരു പോർട്ട്ഫോളിയോ അയച്ചു കൊടുക്കുമോ, ബിനീഷിന് അയച്ചു കൊടുത്താൽ മതി. അദ്ദേഹം കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു തരും പറയുകയാണ്. ബാക്കി സിനിമയെ കുറിച്ച് എന്താ നമ്പർ കൊടുക്കണോ? ഇല്ല. ബാക്കി സിനിമയെ കുറിച്ച് ഇപ്പോ ബാക്കി പറയും. നമസ്കാരം. എല്ലാവരും ലോകം മുഴുവൻ വലിയ പ്രതീക്ഷകളിലാണ്. എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് സംഭവിക്കാമെന്നുള്ള വളരെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സിനിമയുടെ കാര്യത്തിൽ. ഈ സിനിമയിലേക്ക് എന്നെ വിളിച്ചതും ബിനീഷാണ്. സലിലും രഞ്ജിത്തുമായിട്ട് അന്വേഷണം എന്ന സിനിമ എഴുതുമ്പോൾ മുതലുള്ള അതിൽ പ്രവർത്തിക്കുമ്പോഴുള്ള പരിചയമാണ്. ടെക്നോ ഹൊറർ എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ ഹൊറർ സബ്ജക്ട്സ് കാണുമ്പോൾ, ആ സിനിമകൾ കാണുമ്പോൾ, പ്രേക്ഷകരുടെ നിലയ്ക്ക് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ലോജിക്കൽ കണക്റ്റൊക്കെയാണ് ശരിക്കും നമുക്ക് പലപ്പോഴും പിന്നീട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കാറ് ലോജിക്കലി. അപ്പോൾ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ, ഞാൻ സിനിമയിൽ വളരെ കുറച്ച് സ്ക്രീൻ പ്രസൻസ് ഉള്ളെങ്കിലും
മുഴുവൻ കഥയും ഏറെക്കുറെ എന്നോട് രണ്ടുപേരും പറഞ്ഞ് മനസ്സിലാക്കിയത് വെച്ച് പറയുകയാണ്. ലോജിക്കലി കണക്ട് ചെയ്യാൻ, പക്ഷേ ഈ സിനിമയിലെ ബ്രില്യൻസി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ലോജിക്കലായിട്ടുള്ള കണക്ട് ചെയ്യാൻ നടത്തിയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ശ്രമമാണ് സ്ക്രീൻ പ്ലേയിൽ. അത് തീർച്ചയായിട്ടും ടെക്നോ ഹൊറർ ഫിലിമാണ്. അതിൻ്റെ മുഴുവൻ ഇമ്പാക്റ്റും കിട്ടുന്നുണ്ട്. തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതുകൊണ്ട് എല്ലാവരുടെയും പേരിൽ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സിനിമ, ഹൊറർ സിനിമകളല്ല. അപ്പോൾ അത്ര വളരെ മനോഹരമായിട്ട് നേരത്തെ പറഞ്ഞ മനോജ് സേനനും എല്ലാവരും ചേർന്നിട്ട് ഈ സിനിമയെ വളരെ ഗംഭീരമാക്കിയിട്ടുണ്ട്. മഞ്ജുവിൻ്റെ കൂടെ മറ്റെല്ലാവരെയും പോലെ എപ്പോഴെങ്കിലും ഒരു സിനിമയിൽ ഉണ്ടാവണമെന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ഈ സ്ക്രീനിൻ്റെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് തുടങ്ങിയ കാലത്ത് ഈ സിനിമയുടെ ഒരു എവിടെയൊക്കെയോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എന്തായാലും അപ്പം ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഈ സിനിമയിലും. ഞാൻ ചോദിച്ചു മഞ്ജു വാര്യരുമായിട്ട് കോമ്പിനേഷൻ സീൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ഞാൻ പറയില്ല, അത് കാണണം. അപ്പോൾ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ യൂത്ത്ഫുൾ ആയിട്ടൊരു ആംബിയൻസ് ആയിരുന്നു. സണ്ണിയെ കുറേ കാലമായിട്ട് പല സിനിമകളുടെ സെറ്റിൽ പോയി കഥ പറയാനും അല്ലാതെയൊക്കെ ഞങ്ങളൊന്നും കാണാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഈ കൂട്ടായ്മയിൽ എനിക്ക് കൂടെ ഉണ്ടാകാൻ പറ്റിയത് സന്തോഷമുണ്ട്. നിരഞ്ജനയുടെ ഒപ്പം ഒരു മാസം മുമ്പ് ഒരു ചെറിയ സിനിമ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ വളരെ പ്രതീക്ഷകളോടെയാണ് നമ്മളെല്ലാവരും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ ഒരു വർഷം കൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ടെക്നോളജി എത്രമാത്രം അഡ്വാൻസ് ആയി, എല്ലാ ഗാഡ്ജറ്റ്സും അമ്മായിമാരും മുത്തശ്ശിമാരും വരെ ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ഓൺലൈൻ കണക്ട് ചെയ്യേണ്ടതൊക്കെ പഠിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അവിടെയാണ് ഈ സിനിമയുടെ ചലഞ്ചും റെലവൻസും ഒക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള സിനിമകളെ പ്രോത്സാഹിപ്പിക്കണം. അതിലുള്ളൂ. താങ്ക് യു. നമുക്ക് ഇറക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടും നമ്മളത് തീർച്ചയായിട്ടും അത് തടഞ്ഞു വെച്ചത്, അല്ലെങ്കിൽ വിനീഷും നമ്മളെല്ലാവരും കൂടെ എടുത്തൊരു തീരുമാനമായിരുന്നു ഒരു OTT പ്ലാറ്റ്ഫോമിൽ നമ്മൾ സിനിമ ഇറക്കണ്ട എന്നുള്ളത്. കാരണം അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകരുത്, പ്രത്യേകിച്ച് പ്രേക്ഷകന്. കാരണം അങ്ങനെ ഒരു പ്രൊഡക്റ്റ്, പുതിയ ഡയറക്ടേഴ്സ് അങ്ങനെയാണ് അതിനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നത്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും നമ്മൾ ഓപ്റ്റ് ചെയ്യാതിരുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് നമ്മളെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത്. ഒരു മുഖമാവുമ്പോൾ അതിനൊരു ശബ്ദവും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ശബ്ദവും നിങ്ങളിലേക്ക് ഇന്ന് എത്തും. കേട്ടു. നാലാമത്തെ മുഖം കാണുകയും ആ മുഖത്തിന്റെ ശബ്ദം കേൾക്കുകയും ചെയ്തു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആണോ? പക്ഷെ അതിൽ വേറെ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങളുടെ മുഖം 3 മുഖങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നല്ലോ. അതാണോ ഇനി 3 മുഖം ചേർന്നൊരു മുഖം? ശബ്ദം, ആ ശബ്ദം എല്ലാവരിലേക്കും എത്തണം. ഇതിന്റെ ശബ്ദം പോയി. ഇങ്ങനത്തെ പല പല വളരെ വിചിത്രമായിട്ടുള്ള അനിഷ്ടങ്ങളല്ല, ഇതൊക്കെ ഭയങ്കര വിചിത്രങ്ങളായി, ഇതൊക്കെ വളരെ പ്രഷ്യസ് ആണ്. ഇതൊക്കെ വേറെ എവിടെയും കിട്ടില്ല. ലൊക്കേഷനിൽ ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടു, തുടങ്ങിയപ്പോ തൊട്ട് എന്തൊക്കെയാ അവിടെ എവിടെയൊക്കെ ഇതേപോലെ ഇഷ്ടംപോലെ അനുഭവങ്ങൾ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. പലരുടെയും ഇതേപോലെ ഒരു പെയിന്റിംഗ് ഒക്കെ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സീനില് ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഫ്രെയിമിൽ ഉണ്ടായിരുന്ന ഒരു പെയിന്റിംഗ് വന്നു വീണു. പിന്നെ പലരുടെയും ഇതേപോലെ ഫോണുകൾക്ക് പല തകരാറുകൾ ഉണ്ടായി, ഫോണുകൾ വർക്ക് ചെയ്യാതായി. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. നൈറ്റ് ആയിരുന്നു ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊക്കെ ബേസിക്കലി ഇച്ചിരി പേടിയുള്ള ആളാണ് ഇതെന്ന് പറയുമ്പോൾ. ഇങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ ഉള്ളൊരു ടെൻഷനായിരുന്നു. അപ്പൊ ഇവിടെയും അങ്ങനെ വന്നപ്പോ എനിക്ക് ഉറപ്പായി. എവിടെ ലൊക്കേഷനില് ഒരുപാട് പേർക്ക് പെട്ടെന്ന് ഫോണുകൾ വർക്ക് ചെയ്യാതാവുമായിരുന്നു. ചില സമയത്തൊക്കെ ചില പ്രത്യേക സമയങ്ങളിൽ ഫോണുകൾ, എല്ലാവരുടെ ഫോണുകളും പെട്ടെന്ന് ഔട്ട് ഓഫ് റേഞ്ച് ആവുന്നു.
ഫോണുകൾ പെട്ടെന്ന് ഓഫ് ആവുന്നു, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഇഷ്ടംപോലെ, അത് പലർക്കും സാക്ഷി പറയാനും ഉണ്ടാവും. എനിക്ക് ഒരു പ്രാവശ്യം ഉണ്ടായി പെട്ടെന്ന് ഫോൺ ഹാങ് ആവുകയൊക്കെ ചെയ്തത്. ഈ മലയാളത്തിൽ യഥാർത്ഥത്തിൽ ഹൊറർ സിനിമ തന്നെ അപൂർവമായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ടെക്നോ ഹൊറർ വൈബിലുള്ള ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജോണറിലുള്ള ചിത്രം എങ്ങനെ നോക്കിക്കാണുന്നു? ഞങ്ങളുടെയൊക്കെ വലിയൊരു എക്സൈറ്റ്മെന്റും അതാണ്. അത് മലയാളത്തില്, സൗത്ത് ഇന്ത്യയിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. മലയാളത്തില് തീർച്ചയായിട്ടും ഇത് ആദ്യത്തെ ഒരു ശ്രമമാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ടെക്നോളജി ഉൾപ്പെടാത്ത ഒരു കാര്യവുമില്ല. എല്ലാ കാര്യത്തിലും നമ്മൾ ടെക്നോളജി ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ ആ ടെക്നോളജിയിൽ പതുങ്ങിയിരിക്കുന്ന അപകടം എന്തായിരിക്കും എന്നുള്ളൊരു ചിന്തയായിരിക്കാം ഒരുപക്ഷെ അഭയും അനിലിനും ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിലേക്ക് എത്തിച്ചത്. അത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ശരിക്കും ഇതിന്റെ ഒരു സ്വഭാവം കാരണം കൂടുതൽ വിവരങ്ങൾ പറയാനുള്ള ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷെ ടെക്നോളജി നമ്മുടെ ജീവിതത്തിൽ ഉപകാരമാണോ ഉപദ്രവമാണോ എങ്ങനെ വേണമെങ്കിലും ആവാം. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഇതിലുണ്ട്. ഈ ചിത്രം തിരഞ്ഞെടുക്കാനും ഇത് തന്നെയായിരുന്നു കാരണം? തീർച്ചയായിട്ടും ഇത് വളരെ അത്രയും പുതുമയുള്ള, എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിച്ച, ഞാനൊരു ഹൊറർ സിനിമ ഇതുവരെ അഭിനയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് പ്രീസ്റ്റിന് മുമ്പ് ചിത്രീകരിച്ച സിനിമയായിരുന്നു. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസും എന്നെ ആ ഒരു ഹൊറർ സിനിമയാണ് എന്നുള്ളൊരു കാര്യം എന്നെ നന്നായിട്ട് എക്സൈറ്റ് ചെയ്തിരുന്നു. പിന്നെ ഉറപ്പായിട്ടും ഇതിന്റെ കഥ അത്രയധികം ഒരു പുതുമയുള്ളതായിരുന്നു. ശരിക്കും സാധാരണ വ്യത്യസ്തവും പുതുമയുള്ളത് നമ്മൾ പല പല പ്രോജക്ട്സിലും നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇതിൽ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഒരു പരീക്ഷണാർത്ഥം തന്നെ ഞാൻ സന്തോഷത്തോടെ പങ്കുചേർന്ന ഒരു സിനിമയാണ്. പിന്നെ ഉറപ്പായിട്ടും സണ്ണിയുമായിട്ട് ഞാൻ ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ല ഇതിനു മുമ്പ്. അപ്പൊ ആ ഒരു സന്തോഷവും ഉണ്ടായിരുന്നു. മൊത്തം നല്ലൊരു ടീമായിരുന്നു ഇതിന് എന്നെ കാത്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ സന്തോഷമുണ്ട്. പ്യുവർലി നമുക്കിതിന് ടെക്നിക്കൽ ഹൊറർ ഗണത്തിൽ തീർച്ചയായിട്ടും പെടുത്താൻ പറ്റും. ഇതിലാരും എന്താ പറയുക, ആരും ട്രാവൽ ചെയ്യാത്തൊരു ഏരിയ തന്നെയാണ് ഈ സിനിമ ട്രാവൽ ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ പറയാൻ പറ്റാത്തതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി തരാൻ പറ്റുമായിരുന്നു. ഇതിൽ ഒരു ഹൊറർ സിനിമയാകുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. അതിന്റെ വിഷ്വൽസ് ഉണ്ട്, അതിന്റെ സൗണ്ട് എഫക്ട്സ് ഉണ്ട്, സൗണ്ട് ഡിസൈനിങ് ഉണ്ട്, VFX ഇതുണ്ട്. ഇതെല്ലാം വളരെ വളരെ ക്രാഫ്റ്റുള്ള ആളുകളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ക്യാമറ പറഞ്ഞ പോലെ അഭിനന്ദൻ രാമാനുജമാണ്. മ്യൂസിക്കും ഇതിന്റെ മിക്സിംഗ്, സൗണ്ട് ഡിസൈൻ സൗണ്ട് ഡിസൈനിങ്ങും മ്യൂസിക് ഡോൺ വിൻസെന്റ് ആണ്. ഇതിന്റെ മിക്സിംഗ് ചെയ്തിരിക്കുന്നത് വിഷ്ണുവാണ്. VFX ചെയ്തിരിക്കുന്നത് പ്രൊമൈസ് ഗ്രൂപ്പ്. വളരെ ഭംഗിയായിട്ട് ഈ സിനിമ കണ്ട എല്ലാവരും എടുത്തു പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. എഡിറ്റിംഗ്, അതെ, ഇതിന്റെ സൗണ്ടിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. അറ്റ്മോസ് സറൗണ്ട് ടെക്നോളജി 7.1 ആണ് ഫിലിമിന്റെ മിക്സ്. അപ്പോൾ അങ്ങനെയുള്ള തിയേറ്ററിൽ തന്നെയാണ് സിനിമ പോയി കാണേണ്ടത്. 7.1 മിക്സ് എന്ന് പറഞ്ഞാൽ അറിയാൻ വേദ ആക്കാരില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സൗണ്ടിന് മഞ്ജു പറഞ്ഞതുപോലെ ടെക്നോളജിക്ക് സ്വാഭാവികമായും ഒരു ഹൊറർ മൂവിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ ഫിലിം ഒരു ടെക്നോ ഹൊറർ ഫിലിം ആകുമ്പോൾ നാച്ചുറലി വീണ്ടും അതിൻ്റെ പ്രാധാന്യം കൂടും. അത് വളരെ കൃതഹസ്തയോട് കൂടിയിട്ട് ചെയ്യാവുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. മനോജ് സേനയൊക്കെ നമുക്കറിയാമല്ലേ, ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയുടെ സ്വഭാവവും ആമേൻ്റെ സ്വഭാവവും ഒന്നുമല്ല നമ്മുടെ സിനിമയ്ക്ക് ഇപ്പം ഉണ്ടായത്. അപ്പോൾ അവരെല്ലാവരും വളരെ ഫ്രഷ് ആയിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് നല്ലപോലെ റിസർച്ച് ചെയ്തിട്ടാണ് ഇതിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവരുടെ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ളത്.